കോൺഗ്രസിൻ്റെ ഹർത്താൽ കോഴിക്കോട്ട് തുടരുകയാണ്. നിരത്തിലിറങ്ങിയ ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ ഇപ്പോൾ തടയുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഒക്കെ ഈ പ്രതിഷേധക്കാർ തടഞ്ഞിടുകയാണ്. മാത്രമല്ല, ഇത്തരം ഓർക്കാപ്പുറത്ത് പ്രഖ്യാപിച്ച ഈ ഹർത്താലിനോട് ആളുകൾക്ക് പ്രതിഷേധമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, ഈ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും ഒക്കെ ഈ പ്രതിഷേധത്തിൻ്റെ അനുകൂലികൾ തടഞ്ഞിടുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സമാധാനപൂർണ്ണമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം രാവിലെ മുക്കത്ത് നിന്ന സംഘർഷ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവിടെ സമരാനുകൂലികൾ ഈ കടകൾ അടപ്പിക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടുപിറകെ 10:30 ഈ UDF-ന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗം പ്രവർത്തകർ ഈ സ്വകാര്യ ബസ്സുകൾ അതുപോലെ തന്നെ KSRTC ബസ്സും കടകളുമൊക്കെ അടപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. നേരത്തെ ഒരു KSRTC ബസ് പൂർണ്ണമായിട്ടും തടഞ്ഞിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട്, അതായത് ദീർഘദൂര യാത്രയുള്ള ബസ്സാണ്, അതുകൊണ്ട് പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ അനുനയിപ്പിച്ച് അവർ ദീർഘദൂര യാത്രയ്ക്കായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തൊട്ടുപിറകെ ഒരു സ്വകാര്യ ബസ് ഇപ്പോൾ വന്നു. പിന്നീട് അതായത് ബസ് ജീവനക്കാരും അതുപോലെ തന്നെ ഈ സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ രോഗികളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ബസ് പിന്നീട് പോകാൻ അനുവദിക്കുകയാണ് ചെയ്തത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന മേഖലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ബസ്സിനെയും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സമരാനുകൂലികൾ പ്രധാനമായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. രാവിലെ സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും ഒക്കെ തന്നെ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ വാക്കേറ്റത്തിലേക്കും അതുപോലെ തന്നെ സംഘർഷത്തിലേക്കും വഴിമാറുകയാണ്. ബസ് ജീവനക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഈ സമരം എന്ന് പറയുന്നത് ഇന്നലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. CPM പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ. ഏറ്റവും ഒടുവിൽ CPM-നെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ വിമതർ വിജയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ ആ ഘട്ടത്തിൽ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസ് കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താതെ പകരം സമരാനുകൂലികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ സംഘർഷ അവസ്ഥയ്ക്ക് പോലീസ് കാര്യമായിട്ടൊന്നും തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ ഈ ബസ്സുകൾ തടയുമ്പോൾ പോലീസിന് ഇവിടെ റോളില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ മേലോട്ട് നോക്കി നിന്ന ആളുകൾ ഇന്നും അതുപോലെ തന്നെ നിന്നാൽ മതി എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ സമരാനുകൂലികൾ പ്രധാനമായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതായത് ബസ് ജീവനക്കാരും അതുപോലെ തന്നെ സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റ് അതുപോലെ തന്നെ സംഘർഷങ്ങളിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ പോലീസിനെതിരെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാണാം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ ഈ സമരം നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും തടയുന്നുമുണ്ട്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഈ ബസ് ജീവനക്കാരെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സമരാനുകൂലികൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും ആരംഭിക്കും. ഏകദേശം 10:30 എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അത് നീണ്ട് 11 മണിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് പഴയ DCC പരിസരത്ത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സമരം രാവിലെ സമാധാനപൂർണ്ണമായിരുന്നെങ്കിൽ ഈ മണിക്കൂറുകളിൽ അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. മുക്കത്ത് നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സംഘർഷത്തിന്റെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. കടകൾ അടപ്പിച്ചു, അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ കനത്ത പോലീസ് കാവൽ മുക്കത്തും പരിസരത്തും ഒക്കെയുണ്ട്. തൊട്ടുപിറകെയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് വ്യാപാരികൾ ഈ സമരത്തിൽ അനുകൂലിക്കില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ കുറെ അധികം കാലമായിട്ട് സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുമാണ്. പ്രധാനമായിട്ടും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുൻകൂട്ടി ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. അവിടെ സമരാനുകൂലികളും പോലീസും തമ്മിൽ നേരിയ സംഘർഷം ഉണ്ടായിരിക്കുന്നു.